Once again, welcome back to Nandus Kitchen. ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി ദിൽകുഷ് എന്ന സ്വീറ്റ് റെസിപ്പിയാണ്. തേങ്ങാ ബൺ അല്ലെങ്കിൽ കോക്കനട്ട് ബൺ എന്ന പേരിലൊക്കെ നമ്മുടെ നാട്ടിലെ ബേക്കറികളിൽ കിട്ടുന്ന ദിൽകുഷ് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ദിൽകുഷ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഇളം ചൂടുള്ള അരക്കപ്പ് പാല് എടുത്തു വെച്ചിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരിളം ചൂടേ പാടുള്ളൂ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും 1 ടീസ്പൂൺ ഈസ്റ്റും ചേർത്ത് നന്നായി പാലിൽ മിക്സ് ചെയ്യുക. നന്നായി മിക്സായി കഴിഞ്ഞാൽ ഇത് മാറ്റി വെച്ചിട്ട് ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 2 കപ്പ് മൈദ എടുക്കുക. കുറച്ച് ഉപ്പ് ചേർക്കുക. 1 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര കൂടി ചേർക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഓയിലാണ്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. മിക്സ് ചെയ്ത പാല് കുറച്ചായി ഒഴിച്ചു കൊടുത്ത് ഈ മാവ് നന്നായി കുഴച്ചെടുക്കുക. 1/2 കപ്പ് പാലാണ് ഈസ്റ്റ് ചേർത്ത് മിക്സ് ചെയ്തത്. ഇത് തികയാതെ വന്നാൽ വീണ്ടും പാൽ ചേർത്ത് ഇത് നന്നായി കുഴച്ചെടുക്കുക. ഇത് നന്നായി കുഴച്ചെടുക്കുക. മാവ് നല്ല സോഫ്റ്റ് ആകുന്നത് വരെ നന്നായി കുഴച്ചെടുക്കുക. കുഴച്ചെടുത്തു കഴിഞ്ഞാൽ മാവ് മൂടി വെക്കുക. ഇത് 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ സമയം നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കാം. ഇതിനായി 1 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ടൂട്ടി ഫ്രൂട്ടിയും 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ടൂട്ടി ഫ്രൂട്ടിക്ക് പകരം ചെറി ഉണ്ടെങ്കിൽ അതും ചേർക്കാം. ഏലക്ക പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണ് ഉപയോഗിക്കുന്നത്. ഒന്നര മണിക്കൂറിന് ശേഷം മാവ് പുറത്തെടുത്ത് ആദ്യം ഇതുപോലെ ഉരുട്ടിയെടുത്ത് 2ആയി മുറിച്ചെടുക്കുക. ഒരു ഭാഗം അല്പം ചെറുതും മറ്റേ ഭാഗം അല്പം വലുതുമായി മുറിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ആദ്യം പരത്തുന്നത് ചെറിയ ഭാഗമാണ്. ഇത് ഇതുപോലെ ചുരുട്ടിയെടുത്ത് പരത്തിയാൽ നല്ല വൃത്താകൃതിയിൽ കിട്ടും. നമ്മൾ ഉണ്ടാക്കുന്നത് ബണ്ണായതിനാൽ ഇത് പരത്തുന്നത് അധികം നേർത്ത് പോകരുത്. കുറച്ച് തടിയിൽ വേണം പരത്തിയെടുക്കുവാൻ. ഞാൻ ബേക്ക് ചെയ്യുന്നത് ഈ പ്ലേറ്റിലാണ്. അതുകൊണ്ട് ഈ പ്ലേറ്റിൽ അല്പം എണ്ണ തടവിയ ശേഷം പരത്തിയത് ഇതിൽ വെച്ച് നേരത്തെ തയ്യാറാക്കിയ തേങ്ങാ മിശ്രിതം ഫിൽ ചെയ്ത് കൊടുക്കുകയാണ്. നല്ല കട്ടിയിൽ തന്നെ നമുക്ക് ഫിൽ ചെയ്ത് കൊടുക്കാം. നമുക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം ഇതുപോലെ ഉപ്പിട്ട് അതിലൊരു സ്റ്റാൻഡ് വെച്ച് കൊടുത്ത് മൂടി വെച്ച ശേഷം പ്രീ ഹീറ്റ് ചെയ്തെടുക്കുക. ഇനി കുറച്ച് വലുതായി കട്ട് ചെയ്ത ഭാഗവും ആദ്യം പരത്തിയതുപോലെ തന്നെ പരത്തിയെടുക്കുക. ഇത് ആദ്യത്തേതിൻ്റെ മുകളിൽ വെച്ച് മുഴുവനായും കവർ ചെയ്ത് അറ്റം ഉള്ളിലേക്ക് മടക്കി പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് വിരലുകൾ കൊണ്ട് പ്രസ് ചെയ്താൽ മതിയാകും. നമ്മുടെ ബണ്ണിന് ഒരു വൃത്താകൃതി കൊണ്ടുവരാൻ ശ്രമിക്കണം. ഇനി വേണ്ടത് ഒരു മുട്ടയാണ്. മുട്ട ഇതുപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ച് ബണ്ണിന്റെ മുകളിൽ തേച്ചു കൊടുക്കുക. ഇത് ബണ്ണിന് നല്ല തിളക്കവും കളറും ലഭിക്കുന്നതിന് വേണ്ടിയാണ്. മുട്ട കഴിക്കാത്തവർക്ക് പാൽ ഉപയോഗിച്ചും ഒരു കോട്ടിംഗ് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് ബേക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 25 മുതൽ 30 മിനിറ്റ് കൊണ്ട് ബൺ ബേക്ക് ചെയ്ത് കിട്ടും.
ഇതാ നമ്മുടെ ബൺ നല്ല ഭംഗിയിൽ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. ഇത്തരം പലഹാരങ്ങൾ ഇത്രയും എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്നിരിക്കെ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ ഫാമിലിയിൽ അംഗമാവുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.